ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാനപ്പം ഒരു നിഫ്റ്റിയിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 23,400 എന്ന് പറയുന്നത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുട്ട് ഓപ്ഷൻ്റെ ട്രേഡും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത സമയം തന്നെ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഒരു എൻട്രി എടുത്ത ടൈം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ ആ ഒരു ചാർട്ട്. ഓക്കെ, പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ഇതാണ്. ഞാൻ എൻട്രി എടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് 150 ആ ഒരു റേഞ്ചിലാണ് ഞാൻ ബൈ എടുത്തത്. ആദ്യമേ ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ബൈ ചെയ്തു. ഓക്കെ, ചെറിയൊരു ക്വാണ്ടിറ്റി കുറച്ച് അഗ്രസീവായിട്ട്, കാരണം നമ്മൾ ആ റേഞ്ചിലോട്ട് വന്നില്ലല്ലോ ഓർത്തിട്ട് ഒരു പുട്ട് ഓപ്ഷൻ എപ്പോഴും ഞാൻ അഗ്രസീവായിട്ട് എൻട്രി എടുക്കാറുണ്ട്. ഓക്കെ, ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പിലോട്ട് വന്ന് ടാപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ ഫുൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്തത്. ഓക്കെ, ഫുൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. എന്നിട്ട് കറക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി. നിയർലി എത്രയാണ്, ഒരു 1 അവർ ട്രേഡാണ്. 1 അവറിൽ അതിൽ കൂടുതൽ ഒരു ട്രേഡ് ആയിരുന്നു. ഓക്കെ, കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കണം, കാരണം എത്രയാണ് ലോസ് വരുന്നത്. അപ്പോൾ ഓക്കെ, നിയർലി എനിക്കിന്ന് ലോസ് വന്നത് 7,500 റുപ്പീസാണ് എനിക്കിന്ന് ലോസ് വന്നത്. ഓക്കെ, 7,500 രൂപയാണ് ലോസ് വന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡ് മാത്രമേ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്കും കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡ് ഞാൻ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഇന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ എടുത്തതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനപ്പം ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓൾറെഡി ഒരു പ്രീവിയസ് ഡേ ഹൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹൈ സ്വീപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തപ്പോഴത്തേക്കിന് ഞാനപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ ബൈ എടുത്തു. 23,400 പുട്ട് ഓപ്ഷൻ ബൈ എടുത്തു. ഓക്കെ, 23,400 പുട്ട് ഓപ്ഷൻ ബൈ എടുത്തു. ഞാനപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു റേഞ്ച് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഫുൾ ക്വാണ്ടിറ്റി എൻ്റെ ആ ഒരു മാക്സിമം എൻ്റെ റിസ്ക് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു ട്രേഡിൽ ആ ഒരു ക്വാണ്ടിറ്റി തന്നെ ഞാൻ എടുത്തു. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെയും വെച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്തു. ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴെന്താണ് ഇഷ്ടം പോലെ ലിക്വിഡിറ്റീസ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ലിക്വിഡിറ്റീസ്. ഓക്കെ, അപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇഷ്ടം പോലെ. ഈ റെഡ് ലൈനിൽ ഞാൻ വരച്ചേക്കുന്നത് ഈ ഒരു റേഞ്ചിലെല്ലാം ലിക്വിഡിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി ഹിറ്റായി. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി ഹിറ്റായി. ഇത് കണ്ടത് 11:45 ഞാൻ എൻട്രി ചെയ്തത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത് എത്രയാണ്, നിയർലി 1350, അതായത് 1.25 ആ ഒരു സമയത്താണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്. ഓക്കെ, നിയർലി. അപ്പോൾ ഈ ഒരു ട്രേഡ് മാത്രമേ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളായിരുന്നു. അപ്പം ഈ ഒരു റേഞ്ചിലെല്ലാം വന്നപ്പോഴത്തേന് നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു അക്യൂമുലേഷൻ പോലെ വന്ന് മാർക്കറ്റ് ഓക്കെ, അത് അപ്സൈഡിലോട്ട് പോയി. ഡിസ്ട്രിബ്യൂഷൻ വന്ന് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ലൈവ് ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കിന് നിയർലി എത്രയാണ്, ഒരു 2 hours അത്രയും ഉണ്ട് നമുക്ക് ഈ ഒരു ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡിൻ്റെ ഒരു ലോജിക്കായിട്ട് നിങ്ങൾക്ക് വന്നത്. ഓക്കെ, ആക്ച്വലി ഇന്ന് നമ്മുടെ ഒരു പ്രോപ്പർ എൻട്രി സെറ്റപ്പും കാര്യങ്ങളും അല്ലായിരുന്നു. ബട്ട് നമുക്ക് ഇന്നൊരു എൻട്രി റേഞ്ച് എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ആയിരുന്നു. ഓക്കെ, താഴത്തെ ലിക്വിഡിറ്റി എടുത്തില്ലായിരുന്നു, അപ്പ് സൈഡിൽ ലിക്വിഡിറ്റി എടുത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാതെ തന്നെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റിയിൽ അങ്ങനെ അപ്സൈഡിലോട്ട് പോയി. പിന്നെ ഞാനപ്പോൾ ഒരു അപ്സൈഡിൽ ഒരു പ്രീവിയസ് ഡേ ഹൈ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഞാനൊരു പുട്ട് ഓപ്ഷൻ എടുത്താണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡിൻ്റെ ലോജിക്ക്. ഓക്കെ, അപ്പം നാളെ, അപ്പോൾ ഇന്ന് നമുക്ക് US മാർക്കറ്റ് അവധിയാണ്. അപ്പം നാളെ ഇപ്പം നോക്കുമ്പോഴത്തേക്കിന് ഗിഫ്റ്റ് നിഫ്റ്റി, അതായത് നമ്മുടെ സിംഗപ്പൂർ എക്സ്ചേഞ്ച് ഓൾറെഡി ഒരു ഹൈയിലാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇന്നത്തെ ഇന്നൊരു ഒരു ഡിമാൻഡ് ബേസ് ഫോം ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, താഴെ ഒരു ഡിമാൻഡ് ബേസ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു ഡിമാൻഡ് ബേസ് ബ്രേക്ക് ചെയ്തിട്ട് പോലും ഇല്ല മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലൊരു ബൈയിങ്, അതായത് ഇത്രയും ഡൗൺ സൈഡിലോട്ട് വന്നപ്പോൾ മാർക്കറ്റിലൊരു ബൈയിങ് നടക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ ബയാസ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.